ഹായ് നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പീച്ചിങ്ങ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒട്ടും മൂത്തു പോവാത്ത വലിയൊരു സൈസ് പീച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ 4 സൈഡുള്ള കട്ടിയുള്ള തൊലി മാത്രമാണ് കളഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5-6 ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ 4-5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി 1 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പീച്ചിങ്ങ റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.